അമേരിക്കയുടെ അഭിമാനമായ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ഇറാൻ ആക്രമിച്ചതായ വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. 4 ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. 5000-ത്തിലധികം സൈനികരും 100ഓളം യുദ്ധവിമാനങ്ങളും അനവധി മിസൈലുകളുമുള്ള ഈ കപ്പലാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാനായി പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ലോകരാജ്യങ്ങളെ തന്നെ അമ്പരപ്പിക്കുന്ന ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തന്റെ മരണത്തിലൂടെ ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടത്തിനുകൂടിയാണ് ആയത്തുള്ള അലി ഖമേനി വീര്യം പകർന്നിരിക്കുന്നത്. ഇത്തരമൊരു രക്തസാക്ഷിത്വം തന്നെയാണ് ഈ മുസ്ലിം പണ്ഡിതൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിൽ ഒളിച്ചതുപോലെ ബങ്കറിൽ ഒളിച്ചില്ല എന്നതുതന്നെ ഖമേനി മരണത്തെ ഭയപ്പെട്ടില്ല എന്നതിന് തെളിവാണ്. മുൻപൊരു കൊച്ചുകുട്ടിയുടെ ചോദ്യത്തിന് 86 വയസ്സുകാരനായ ഖമേനി പറഞ്ഞത് തനിക്ക് അസുഖം ബാധിച്ച് മരിക്കാനല്ല, രക്തസാക്ഷിത്വത്തിലൂടെ മരിക്കാനാണിഷ്ടമെന്നതാണ്. അത്രയ്ക്കും സ്വന്തം രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ ആഗ്രഹിച്ച പോരാളിയായ ഇറാൻ നേതാവാണ് ഖമേനി. തീർച്ചയായിട്ടും ഖമേനി പോയാൽ ഇല്ലാതാക്കുന്ന സേനയല്ല ഇറാൻ വിപ്ലവസേന എന്നതും നാം ഓർക്കണം. ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി വരാൻ പോകുന്നത് രണ്ടാമത്തെ മകൻ മുജ്തബ ഖമേനിയാണ്. സ്വന്തം പിതാവിന്റെ രക്തസാക്ഷിത്വത്തിനോട് ഒരു മകൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. 27 അമേരിക്കൻ താവളങ്ങൾ ഇതിനകം തന്നെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. ഒരു യുദ്ധക്കപ്പൽ ആക്രമിച്ചതായ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്. ആക്രമണം ഇനിയും ശക്തമാകാനാണ് സാധ്യത. ഖമേനിയുടെ രക്തസാക്ഷിത്വത്തിന് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചങ്ക് തകർക്കുമെന്നാണ് ഇറാൻ സേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഖമേനിയോ ഉന്നത സൈനിക മേധാവിമാരോ കൊല്ലപ്പെട്ടാൽ തകരുന്ന സംവിധാനമല്ല ഇറാൻ സൈന്യത്തിനുള്ളത്. അവർക്ക് ബദൽ സംവിധാനങ്ങൾ നിരവധിയുണ്ട്. കഴിഞ്ഞ ജൂണിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി ഉന്നത സൈനിക മേധാവിമാരെ ചാവേർ ആക്രമണത്തിലൂടെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് നാം കണ്ടതല്ലേ. എന്നിട്ടത് ഇറാൻ സൈന്യത്തിന്റെ പ്രത്യാഘാതത്തെ വല്ലതും ബാധിച്ചോ? അതുതന്നെയാണ് ഈ ചോദ്യത്തിനുള്ള ആദ്യ മറുപടി. സൈനിക മേധാവിമാർ കൊല്ലപ്പെട്ടാൽ അപ്പോൾ തന്നെ പുതിയ മേധാവിമാർ ചാർജെടുക്കുന്ന രൂപത്തിലാണ് ഇറാൻ സേനകളുടെ സംവിധാനം. ഇവരുടെ തലയ്ക്ക് മീതെ ഖമേനിയുടെ മകൻ തന്നെ വരുമ്പോൾ പേർഷ്യൻ പോരാട്ടവീര്യം 10 മടങ്ങായാണ് വർദ്ധിക്കുക. അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ നടന്ന വ്യാപക ആക്രമണത്തിൽ ഇതിനകം തന്നെ അനവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധവിമാനങ്ങളും ഇറാൻ വെടിവെച്ചിട്ടിട്ടുണ്ട്. ആ കണക്ക് നാണക്കേടുകൊണ്ടാണ് അമേരിക്ക പുറത്തുവിടാത്തത്. പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം അമേരിക്കയ്ക്കും ഇസ്രയേലിനും കുടപിടിക്കുന്നതിനാൽ ഇറാന്റെ നഷ്ടം മാത്രം ഉയർത്തിക്കാട്ടാനാണ് ശ്രമിക്കുന്നത്. അതും എന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല. സോഷ്യൽ മീഡിയകളില്ലായിരുന്നുവെങ്കിൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണ ദൃശ്യങ്ങൾ പോലും പുറത്തുവരില്ലായിരുന്നു. ഇസ്രയേലിനും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. നിരവധി ബാലസ്റ്റിക് മിസൈലുകൾ അവിടെ വീണിട്ടുണ്ട്. അതിന്റെ കെടുതികൾ എത്രമാത്രമാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുകയില്ല. ഇപ്പോൾ പുറത്തുവന്നതിനും അപ്പുറമുള്ള പലതും താമസിയാതെ പുറത്തുവരുമെന്നതും വ്യക്തമാണ്. തെൽ അവീവ്, ഹൈഫ എന്നിവയുൾപ്പെടെ അധിനിവേശ പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ സൈനിക വിഭാഗമായ IRGC 4 കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഭയന്ന് ഇപ്പോൾ ഉറപ്പുള്ള ബങ്കറുകളിൽ അഭയം പ്രാപിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവന്നുകഴിഞ്ഞു. ഇറാനെതിരായ ആക്രമണത്തെ സമർത്ഥിച്ചതിന് ബഹ്റൈനിലെ 5th ഫ്ലീറ്റ് ഉൾപ്പെടെ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള താവളങ്ങളെയും ഖത്തറിലെയും UAEയിലെയും പ്രധാന സ്ഥാപനങ്ങളെയും IRGC ലക്ഷ്യമിട്ടതായി ഇറാൻ വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ ജനവാസകേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലിലെ ജനവാസകേന്ദ്രത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അനവധി പേർ ഇവിടെയും കൊല്ലപ്പെട്ടതായാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്. ഇറാനെ ആക്രമിച്ച് കീഴടക്കി അവിടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും താൽപ്പര്യമുള്ളയാളെ ഭരണമേൽപ്പിക്കാം എന്ന അജണ്ട ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആക്രമിച്ച് കീഴടക്കി വരുതിയിലാക്കാൻ പറ്റുന്ന ഒരു രാജ്യവുമല്ല ഇറാൻ. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന സയനിസ്റ്റ് തന്ത്രവും ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിലൂടെ ഇനി നടക്കുകയില്ല. ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങിയവർ പോലും ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇറാനിലെങ്ങും കാണുന്നത്. അമേരിക്കൻ അജണ്ട ചീറ്റിപ്പോയി എന്നതിന് ഒന്നാന്തരമൊരു തെളിവാണിത്. മാത്രമല്ല, ഇറാനെ വിഭജിക്കാനുള്ള ഇസ്രയേലിന്റെ തന്ത്രമാണ് അമേരിക്കയും ചേർന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന ഇറാൻ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പിനെയും ഇറാൻ ജനത ഗൗരവത്തോടെയാണ് കാണുന്നത്.
ഖമേനി കൊല്ലപ്പെട്ടാൽ ഇറാനിൽ ആഭ്യന്തര കലാപമുണ്ടാകുമെന്നും അതോടെ ഭരണം മാറ്റം സംഭവിക്കുമെന്നും ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കണക്ക് തെറ്റിക്കുന്ന സംഭവവികാസങ്ങളാണിത്. ഇറാൻ ഇനിയും ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവരുടെ അടുത്ത ലക്ഷ്യം മേഖലയിൽ തമ്പട്ടിച്ചുള്ള അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായിരുന്നു. അതും ആക്രമിച്ചു കഴിഞ്ഞു. അടുത്തതെന്ത് എന്നത് കണ്ടുതന്നെ അറിയേണ്ടതായി വരും. ഖമേനി കൊല്ലപ്പെടുന്നതിനു മുൻപ് പറഞ്ഞതും ഈ കപ്പലുകൾ കടലിൽ മുക്കുമെന്നതാണ്. ഗൾഫ് മേഖല ഇപ്പോൾ ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണുള്ളത്. ഹോർമൂസ് കടലിടുക്കും ഇറാൻ അടച്ചു കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യം നീണ്ടുപോകുന്നത് ലോകവ്യാപാരത്തെ തന്നെയാണ് സ്തംഭിപ്പിക്കുക. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ഒരു കാര്യം എന്തായാലും പറയാതെ വയ്യ. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും അവരുടെ സഖ്യമാലികയായ ഇസ്രയേലും സർവ്വസന്നാഹവുമായി രംഗത്തിറങ്ങിയിട്ടും ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കാണിച്ച ചങ്കൂറ്റമുണ്ടല്ലോ, അതിനെന്തായാലും ഒരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയുകയില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരേ സമയം ഇത്രയും അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയണം. പലസ്തീനിൽ പിടഞ്ഞുവീണ 50,000 പാവങ്ങളുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ അറച്ചുനിന്ന ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ച ഓരോ മിസൈലുകളും പലസ്തീനികളുടെ കണ്ണുനീരിനുള്ള മറുപടി കൂടിയാണ് എന്നതും തിരിച്ചറിയുന്നത് നല്ലതായിരിക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ലോകത്ത് ഇസ്രയേൽ ഭയപ്പെടുന്ന ഒരേ ഒരു രാജ്യവും ഇറാൻ തന്നെയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പകയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത് തന്നെ പലസ്തീൻ വിഷയവും ഗാസയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും അവരുടെ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഇറാനൊപ്പം ഉറച്ചു നിൽക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകൂടം അമേരിക്കയ്ക്കൊപ്പമാണെങ്കിലും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഇറാൻ പോരാളികളുടെ രാജ്യം തന്നെയാണ്. അക്കാര്യത്തിൽ എന്തായാലും സംശയം വേണ്ട.